ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഉടൻ വരാനിരിക്കുന്ന കേരള PSC അവസരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം ഡിപ്ലോമ ഹോൾഡേഴ്സിന് വരാനിരിക്കുന്ന അവസരങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇൻ കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ അതിപ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 2/9/2026 അപ്പോൾ ഡിപ്ലോമ ഇൻ സിവിൽ ഉണ്ടെങ്കിലും ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നിലവിൽ വന്നത് 18/7/2024 അപ്പോൾ 17/7/2027 അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. ഇതുവരെയും 125 അഡ്വൈസ് ആണ് നടന്നത്. ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ 100+ അഡ്വൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും സിവിൽ എഞ്ചിനീയറിംഗിലും ഡിപ്ലോമയോ ബിടെക്കോ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ നോട്ടിഫിക്കേഷൻ വിട്ടുകളയരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കുക. ഇപ്പൊ ടെക് PSCയിൽ ഇതിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ദെൻ അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. ഇപ്പൊ ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേയിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. എന്നാൽ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എവിടേക്കാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്? പോളിടെക്നിക് കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ, അതോടൊപ്പം നമുക്ക് ജനറൽ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചറായിട്ട്. ഇപ്പൊ എവിടെ നമുക്ക് ജോലി കിട്ടിയാലും നമ്മുടെ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും. സ്കെയിൽ ഓഫ് പേ ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒരിക്കലും വിട്ടുകളയരുത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വേണം. എന്തിലാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത. അപ്പൊ ഇവിടെ നമുക്ക് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ബിടെക്കാർക്കും എംടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/7/2024 അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും? 22/7/2027 എക്സ്പയർ ആകും. ഇതുവരെ 128 അഡ്വൈസ് ആണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഡിസംബറിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാ റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അതിന് തത്തുല്യമോ അല്ലെങ്കിൽ അതിന് ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഒരിക്കലും വിട്ടുകളയേണ്ടാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ആരംഭിക്കുക. ഇതിന്റെ കോഴ്സസ് ടെക് PSC ആപ്പിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന വളരെ മികച്ച ഒരു അവസരമാണ് സീനിയർ ഡ്രില്ലർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെ ഡിപ്ലോമയാണ് യോഗ്യത. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചാൽ അന്നത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 20/7/2024 അപ്പൊ അത് എന്ന് എക്സ്പയർ ആകും? 19/7/2027 ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. ഇതുവരെ 39 അഡ്വൈസ് ആണ് നടന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ പോസ്റ്റിന്റെ പ്രത്യേകത പരിശോധിച്ചാൽ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് അട്രാക്റ്റീവ് ആക്കുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 45,600 ആണ് ഇതിന്റെ ബേസിക് പേ. അപ്പൊ അവിടെ നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ അതേ സ്കെയിൽ ഓഫ് പേ ആണ് ഇതിന് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്ക് ലോഡ് ഇത്തിരി കൂടുതലായിരിക്കും, അത് നമ്മൾ അവിടെ നോക്കണ്ട. പക്ഷെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്. വളരെ മികച്ച ഒരു പോസ്റ്റ് ആണ്. ഇതിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഡ്രില്ലർ ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് AE ആയിട്ട് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഈ പോസ്റ്റ് വിട്ടുകളയരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. എല്ലാത്തിനും ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, സീനിയർ ഡ്രില്ലർ ആയിക്കോട്ടെ, ഓവർസിയർ ഗ്രേഡ് 1 ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവലല്ല, ഒരൊറ്റ പ്രിപ്പറേഷൻ മതി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുക.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് ഇനി വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അടുത്ത വേക്കൻസി വരുന്ന മുറയ്ക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ വിട്ടുകളയാതെ അപേക്ഷിക്കണം. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഓവർസിയർ ഗ്രേഡ് 1 മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെക്കാളിലും അതുപോലെ തന്നെ സീനിയർ ഡ്രില്ലറെക്കാളും ഒക്കെ താഴെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. 37,400 ആണ് ബേസിക് പേ. പക്ഷെ ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുന്നത് AE ആയിട്ടാണ്. അപ്പൊ AE എക്സാമുകളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് ഒന്നും കിട്ടാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. കാര്യം നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി AE ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ AE ആകാം. കാര്യം ഇതിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞ AE ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/5/2024 അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും? 22/5/2027 എക്സ്പയർ ആകും. അപ്പൊ ഇതുവരെ 31 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് നമ്മൾ ഒരു 20+ അഡ്വൈസസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിവിടെ ഞാൻ പറയാൻ കാര്യം, ഡിപ്ലോമ ലെവലിലുള്ള ഈ വരുന്ന നോട്ടിഫിക്കേഷനെല്ലാം ചിലപ്പോൾ ഒരു കോമൺ പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ പലരും അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ചൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡ്വൈസസ് കൂടുതൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ പഠിച്ചവർക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഉള്ളവർക്കും ഡിപ്ലോമ മെക്കാനിക്കൽ ബിടെക് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 10/5/2022 അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പൊ ഉടൻ തന്നെ വേക്കൻസി വരുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഈ ഡിസംബറിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് പോളിടെക്നിക് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഒരു ടീച്ചിങ് പോസ്റ്റ് സ്വപ്നം കാണുന്ന ബിടെക് ബിരുദധാരികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ജോലി എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ AICT പേ സ്കെയിലാണ്. അപ്പൊ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഗ്രോസ് പേ ആയിട്ട് 90,000 മേളിലാണ് സാലറി കിട്ടുന്നത്. AICT പേ സ്കെയിൽ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഗ്രോസ് പേ എങ്ങനെ പോയാലും 90,000 മേളിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് 9/8/2024 വന്നത്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 8/8/2027 തീരും. അപ്പൊ ഇതുവരെ 55 നിയമനമാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസിന് ഇത്രയും വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഇപ്പൊ കയറിയ ആൾക്കാരെല്ലാം ചെറുപ്പക്കാരാണ്. ഇനി വരാനിരിക്കുന്ന റിട്ടയർമെന്റ് വേക്കൻസിയും പ്രൊമോഷൻ വേക്കൻസിയും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഒരു 20 അഡ്വൈസസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ടീച്ചിങ് കരിയർ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഈ പോസ്റ്റ് വിട്ടുകളയരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഡിസംബറിനകത്ത് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ഊർജിതമാക്കുക. ഇതിന്റെ കോഴ്സസ് ഒക്കെ ടെക് PSCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ദെൻ അടുത്ത MTech യോഗ്യതയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന ഏറ്റവും മികച്ച അവസരം AICT പേ സ്കെയിലില്ല കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചർ ആകാനായിട്ടുള്ള അവസരം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ക്വാളിഫിക്കേഷൻ MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത വേണം. ബിടെക്കിനോ MTechനോ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പം നിങ്ങൾക്ക് എയ്തർ ബിടെക് ഓർ MTechന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം. പക്ഷെ MTech ആണ് ഇതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബിടെക് അല്ല, MTech ആണ് ഇതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ. പക്ഷെ നിങ്ങൾക്ക് എന്താണ്? ബിടെക്കിനോ MTechനോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് 7/11/2024 നിലവിൽ വന്നത്.
അപ്പൊ എന്തായാലും റാങ്ക് ലിസ്റ്റ് എന്ന് തീരും? 6/11/2027 തീരും. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് എന്ത് വേണം? എത്രയും പെട്ടെന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ ഇതുവരെയും 20 അഡ്വൈസസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അഡ്വൈസ് നടന്നു എന്ന് വിചാരിച്ച് ഇതുവരെയും കുട്ടികൾ പ്രിപ്പയർ ചെയ്യാതായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ പ്രാവശ്യം എന്തായാലും 50+ അഡ്വൈസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാര്യം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം റിട്ടയർഡ് ആകുന്ന സമയം 2028, 2030 സമയങ്ങളിലാണ്. നിങ്ങൾ RTIs ഒക്കെ എഴുതി ചോദിച്ചാൽ അറിയാൻ പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, പ്രൊഫസർ, അതേപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ ഒക്കെ എന്നാണ് റിട്ടയർഡ് ആകുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കിയാലാ നിങ്ങൾക്ക് 2028 തൊട്ട് 31 വരെയുള്ള കാലയളവിലെ റിട്ടയർമെന്റ്, പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ RTI ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ പോയാലും നമ്മൾ ഈ പ്രാവശ്യം 50+ അഡ്വൈസസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഫോക്കസ് ബാച്ച് TechPSC ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഈ കോഴ്സിന്റെ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യത്തെ 1ാം റാങ്ക് സഹിതം ഏറ്റവും മികച്ച റാങ്കുകളൊക്കെ TechPSC തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യവും നിങ്ങളിൽ നിന്ന് തന്നെ നല്ല കുട്ടികൾ ജോയിൻ ചെയ്ത് നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യവും നമുക്ക് 1ാം റാങ്ക് തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ 1ാം റാങ്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. കോഴ്സ് മെന്റർ ഞാൻ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കോഴ്സ് മെന്റർ ഞാൻ തന്നെയായിരുന്നു. ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും MTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം പോയ ഒരു 3000 പേരായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അതിലൊരു 10-500 പേരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. എങ്ങനെ പോയാലും ഒരു 50 അഡ്വൈസ് മിനിമം നടക്കും. അപ്പൊ നിങ്ങൾ MTech ക്വാളിഫിക്കേഷൻ ഉള്ളവർ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് റാങ്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യണം. ആദ്യ റാങ്കിൽ എത്തണമെങ്കിൽ TechPSCയുടെ ഫോക്കസ് ബാച്ച് അവൈലബിൾ ആണ്. അതിനകത്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പം ഏർലി ബേർഡ് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അത് കാരണം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് റെഗുലർ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. അപ്പൊ കേരളത്തിലെ വിവിധ ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ആകാനായിട്ടുള്ള അവസരമാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയും വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് പ്രൊമോഷനായി ഫോർമാൻ, പിന്നെ അടുത്ത ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ആയിരുന്നു വർക്ക്ഷോപ്പ് സൂപ്രണ്ട്. അപ്പൊ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. പക്ഷെ ഇത് പണ്ട് പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇത് AICT പേ സ്കെയിൽ വന്നപ്പോഴത്തേക്ക് AICT പേ സ്കെയിലിലേക്ക് വർക്ക്ഷോപ്പ് സൂപ്രണ്ടിനെ ആക്കിയപ്പം ഇതിപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്താൽ ഉടൻ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിനും കൂടെ പ്രിപ്പയർ ചെയ്യുക. രണ്ടിനും സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലെക്ചറിനും നമുക്ക് റെഗുലർ ബിരുദമാണ് വേണ്ടത്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഇതിന്റെയും ക്വാളിഫിക്കേഷൻ. ഇതിന്റെ പേ സ്കെയിൽ AICT ആണ്. അപ്പൊ ലെക്ചറായിട്ട് കിട്ടിയാലും വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ പോളിടെക്നിക് ആയിട്ട് കിട്ടിയാലും ഒരേ പേ സ്കെയിലും ഒരേ ആനുകൂല്യങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ലെക്ചറിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റ് ഒരിക്കലും വിട്ടുകളയരുത്. അതിന്റെ സെയിം ക്വാളിഫിക്കേഷനും സെയിം സ്കെയിൽ ഓഫ് പേയും ആണ്. ഓക്കെ, അടുത്ത MTech ക്വാളിഫിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MTech ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതും നേരത്തെ പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ AICT പേ സ്കെയിലിലേക്ക് ഈ പോസ്റ്റിനെ ആക്കിയപ്പോഴത്തേക്ക് ഇതും ഇപ്പൊ എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സ്പെഷ്യൽ റൂൾ അമെൻഡ് ചെയ്ത ഉടൻ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അതേ ക്വാളിഫിക്കേഷൻ ആണ്, അതേ സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? MTech ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ BTechനോ MTechനോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അതും ഇതിന്റെ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഇതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഇതിനും കൂടെ ഒരുമിച്ച് തയ്യാറെടുക്കുക. രണ്ടിനും ഏകദേശം ഒരു സിലബസ് തന്നെയാണ് വരാൻ സാധ്യത. അപ്പൊ ഇതിന് നമ്മൾ 9 വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം എന്താ? 9 എഞ്ചിനീയറിംഗ് കോളേജിലും ആളില്ല. അപ്പൊ ഇവിടെ നമ്മൾ പോളിടെക്നിക്കൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ടിന് നമ്മൾ 20ഓളം പോസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇവിടെ പറയാൻ പോകുന്നത്
ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് ഇനി എക്സാം നടക്കാനായിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യം വരാനിരിക്കുന്ന എക്സാം നടക്കാനിരിക്കുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. കാറ്റഗറി നമ്പർ 613/2025. അപ്പൊ നമ്മുടെ പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5-നാണ് പരീക്ഷ നടക്കാനിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ 20+ അഡ്വൈസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് പ്രിപ്പറേഷൻ തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഇനി അധിക സമയമില്ല, ഇനി ഒരു 10-20 ദിവസമുള്ള പരീക്ഷയ്ക്ക്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഊർജിതമാക്കുക കേട്ടോ. അടുത്തത് ഓൾറെഡി വന്ന നോട്ടിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും കെമിക്കൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ എഴുതാൻ പറ്റുന്ന വളരെ മികച്ച ഒരു അവസരമായിരുന്നു വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പൊ അതിന്റെ പരീക്ഷ എന്നാണ്? സെപ്റ്റംബർ 16-നാണ്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഊർജിതമാക്കുക. ടെക് PSCയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 706/2025. കൺഫർമേഷൻ ഒക്കെ ഓൾറെഡി നിങ്ങൾ കൊടുത്ത ആൾക്കാർ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഊർജിതമാക്കുക. അടുത്തത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി പരീക്ഷ നടക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 3 ഇൻ ഇറിഗേഷൻ. അപ്പൊ അവിടെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ പരീക്ഷ ഡേറ്റ് ഒക്കെ നമ്മൾ സെപ്റ്റംബറിൽ പ്രതീക്ഷിച്ചാണ്, പക്ഷെ ഇതുവരെയും പരീക്ഷയുടെ ഡേറ്റ് വന്നില്ല. അപ്പൊ നമുക്ക് ഈ നവംബറിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന് ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 40+ അഡ്വൈസസ് ആണ് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVI. ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തതാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 26/2026 ആണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമയും പിന്നെ മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യായിരുന്നു. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഡിസംബറിലൊക്കെ ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇതൊരു ഡ്രീം ജോബായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിന്റെ കോഴ്സസ് ഒക്കെ ടെക് PSCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ടെക് PSC. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം ഊർജിതമാക്കുക. കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള 10 പ്രധാനപ്പെട്ട അവസരങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരവസരം ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഡേറ്റ് ഉണ്ട്. അത് അപേക്ഷിക്കാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. ബാക്കി 9 അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് വളരെ മികച്ച അവസരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാത്തിരിക്കുന്ന അവസരങ്ങളിൽ നന്നായിട്ട് ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു കൈത്താങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഏത് പരീക്ഷ എടുത്തു നോക്കിയാലും വളരെ മികച്ച റിസൾട്ട്, മിക്ക പരീക്ഷകളിലും 1ാം റാങ്ക് സഹിതം വളരെ മികച്ച റിസൾട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ടെക് PSCക്ക് എല്ലാ പ്രാവശ്യവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച് ഒരുപാട് ആൾക്കാരെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം. അപ്പൊ ടെക് PSCയുടെ ആപ്പിൽ എല്ലാത്തിന്റെയും കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പരീക്ഷ വെയിറ്റ് ചെയ്തിരിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിലും നിങ്ങൾ എല്ലാം അപ്ലൈ ചെയ്ത് വളരെ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ. താങ്ക്